ഗുഡ് ഈവനിങ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന ചിത്രങ്ങൾ ഉറ്റുനോക്കുന്ന ഇലക്ഷൻ ചാനലിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിന് ഇനി 9 നാൾ മാത്രമേ ഉള്ളൂ. പ്രചാരണം ശക്തമാക്കി കഴിഞ്ഞു മുന്നണികൾ എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രമുഖ ദേശീയ നേതാക്കളുടെ സാന്നിധ്യം കേരളത്തിൽ പ്രകടനം. അത് പ്രചരണ പരിപാടികളെ കൂടുതൽ കൊഴുപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് NDA മാർഗരേഖ പ്രകാശനം ചെയ്തു. ഒപ്പം അവിടെ BJPയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രംഗത്തെത്തി. കണ്ണൂരും കോഴിക്കോടും പ്രചരണത്തിന് വേഗത കൂട്ടി രാഹുൽ ഗാന്ധി. SDPI ബാന്ധവം ഇന്നും വിവാദമായി തന്നെ തുടരുകയാണ്. ജമാഅത്തെ ഇസ്ലാമി RSSന്റെ അത്ര അപകടകാരിയല്ല എന്നാണ് MA ബേബിയുടെ നിലപാട്. അതുകൊണ്ട് ഒരു താരതമ്യം അനാവശ്യമാണ് എന്ന് CPM ജനറൽ സെക്രട്ടറി പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള ഇന്നും പ്രധാന പ്രചാരണ വിഷയമായി തന്നെ നിലകൊള്ളുന്നു. കോൺഗ്രസ് അത് വലിയ രീതിയിൽ ജനമധ്യത്തിൽ ഉയർത്തുന്നു. കേസിലെ പ്രതികൾ എങ്ങനെ സോണിയാഗാന്ധിയെ കണ്ടു എന്ന മറു ചോദ്യമാണ് ഇവിടെ വൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ ഉന്നയിക്കുന്നത്. BJP CPM അന്തർധാര എന്ന ആരോപണം ഇന്ന് ഉന്നയിച്ചത് AK ആന്റണിയാണ്. ഇനി ശേഷിക്കുന്നു 9 ദിനരാത്രങ്ങൾ. കൂടുതൽ വോട്ടർമാർ ആരുടെ പക്ഷത്തേക്ക് മാറും? അതാണ് ഇനിയുള്ള ചോദ്യം. എല്ലാവർക്കും ദി ഇലക്ഷൻ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമായത് NDAയുടെ മാർഗരേഖയാണ്. പാവപ്പെട്ട വനിതകൾക്ക് 2500 രൂപയുടെ പ്രതിമാസ ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ കാർഡാണ് പ്രധാനമായും NDA വാഗ്ദാനം ചെയ്യുന്നത്. എയിംസ് എല്ലാ കാലത്തും കേരളം ചർച്ച ചെയ്തിട്ടുള്ള ഒരു പ്രധാന വികസന പദ്ധതിയാണ്. എയിംസ് എവിടെ എന്ന ചോദ്യം പലകുറി NDA നേതൃത്വം കേരളത്തിൽ കേട്ടിട്ടുള്ളതാണ്. ഏതായാലും എയിംസ് യാഥാർത്ഥ്യമാക്കും എന്ന് NDA പറയുന്നു. പാവപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് 2 സൗജന്യ LPG സിലിണ്ടറുകൾ, ഓരോ വീട്ടിലും 20,000 ലിറ്റർ സൗജന്യ കുടിവെള്ളം, 3000 രൂപയുടെ ക്ഷേമ പെൻഷൻ. തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽ ശൃംഖല, തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ സർവീസ്, ദേവസ്വം ബോർഡുകൾ പുനഃസംഘടിപ്പിക്കും, ശബരിമലയിൽ അന്വേഷണം നടത്തും. അങ്ങനെ നിരവധി പ്രഖ്യാപനങ്ങളാണ് ഇവിടെ പ്രധാനമായും ഉള്ളത്. പിന്തുണ ആവശ്യമുള്ള എല്ലാ വിളകൾക്കും താങ്ങുവില ഉറപ്പാക്കും എന്ന് BJP പറയുന്നു. തോട്ടം മേഖലയിലെ നിയമങ്ങളും വനനിയമങ്ങളും ഭേദഗതി ചെയ്ത് പ്ലാന്റേഷൻ ഭൂമികളിൽ ഇടവിള കൃഷി നടത്തുന്നതിനുള്ള അവസരങ്ങൾ ഒരുക്കും. ആയുഷ്മാൻ ഭാരത് പദ്ധതി എല്ലാ മലയാളികൾക്കും ലഭ്യമാക്കും. അടിയന്തര ചികിത്സാ ആവശ്യങ്ങൾക്ക് ഇത് വലിയ സുരക്ഷാ കവചമായി മാറും എന്ന് BJP വ്യക്തമാക്കുന്നു. ചികിത്സാ സൗകര്യങ്ങൾക്കായി കേരളത്തിൻ്റെ ദീർഘകാല സ്വപ്നമായ എയിംസ് യാഥാർത്ഥ്യമാക്കുമെന്നതാണ് അവരുടെ ഈ രേഖയിലെ ഏറ്റവും സുപ്രധാനമായ ഘടകം. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഓരോ വീടിനും സൗജന്യ കുടിവെള്ളം 20,000 ലിറ്ററോളം നൽകും എന്ന് പറയുന്നു. പാവപ്പെട്ട കുടുംബങ്ങളിലെ ഗൃഹനാഥന്മാർക്കും വിധവകൾക്കും 70 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കും പ്രതിമാസം 3000 രൂപ ക്ഷേമ പെൻഷൻ വഴി നൽകും എന്ന് BJP വ്യക്തമാക്കുന്നു. തിരുവനന്തപുരത്തെയും കണ്ണൂരിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു അതിവേഗ റെയിൽ ശൃംഖല BJPയുടെ വികസന കാഴ്ചപ്പാടിൽ ഉണ്ട്. കൊച്ചി മെട്രോയുടെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കും എന്നാണ് മറ്റൊരു അവകാശവാദം. കൂടാതെ തിരുവനന്തപുരത്തും കോഴിക്കോടും പുതിയ മെട്രോ സർവീസുകൾ ആരംഭിക്കും. കേരളീയർക്ക് ഏറ്റവും പുതിയ തൊഴിൽ നൽകുന്ന സംരംഭങ്ങൾ അവിടെ സാധ്യമാക്കും എന്നവർ വ്യക്തമാക്കുന്നു. ഓരോ നിയമനത്തിനും 1 ലക്ഷം രൂപ വരെ കുറഞ്ഞ നിരക്കിൽ പലിശയിൽ ലോൺ ലഭ്യമാക്കുന്ന എംപ്ലോയ്മെൻറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമാണ് മറ്റൊരു BJP വാഗ്ദാനം. വിഴിഞ്ഞത്തെ ഒരു പ്രധാന വ്യാവസായിക കേന്ദ്രമായി വികസിപ്പിക്കും എന്ന് BJP പറയുന്നു. ഇതിനായി ഷിപ്പ് റിപ്പയർ ആൻഡ് മറൈൻ എഞ്ചിനീയറിംഗ് ക്ലസ്റ്റർ, നേമം യാർഡ് മുതൽ വിഴിഞ്ഞം തുറമുഖം വരെ എലിവേറ്റഡ് ഡബിൾ റെയിൽ പാത, തുറമുഖത്തിന് ചുറ്റും പ്രത്യേക വ്യാവസായിക ഇടനാഴി, ഇതെല്ലാം ഈ വാഗ്ദാനങ്ങളിൽ പെടുന്നു. അടുത്ത 5 വർഷത്തിനുള്ളിൽ സർക്കാർ വിദ്യാലയങ്ങളിൽ ഐച്ഛികമായി ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം ലഭ്യമാക്കും എന്ന് BJP വ്യക്തമാക്കുകയാണ്. മറ്റൊരു പ്രധാന ഘടകം ഈ ക്ഷേത്രഭരണത്തെ സംബന്ധിച്ചാണ്. ക്ഷേത്രഭരണത്തിൽ ഭക്തരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി ഉള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്ന് BJP വ്യക്തമാക്കുന്നു. ദേവസ്വം ബോർഡുകൾ പുനഃസംഘടിപ്പിക്കും. അതോടൊപ്പം തന്നെ ശബരിമല, ഗുരുവായൂർ തുടങ്ങിയ എല്ലാ ആരാധനാലയങ്ങളും സംരക്ഷിക്കാനുള്ള നടപടികൾ ആരംഭിക്കും എന്ന് BJP വ്യക്തമാക്കുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സമയബന്ധിതമായി CBI അന്വേഷണം നടത്തി അഴിമതിക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ തങ്ങൾക്ക് കഴിയും എന്നാണ് BJPയുടെ ഒരു അവകാശവാദം. ശബരിമലയിൽ അടിസ്ഥാന സൗകര്യ വികസിപ്പിക്കുന്നതിന് വേണ്ടി
ഉള്ള ഒരു പ്രത്യേക മിഷൻ ആരംഭിക്കും. മുല്ലപ്പെരിയാർ വിഷയത്തിലും BJPയുടെ വാഗ്ദാനങ്ങളുണ്ട്. തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ എന്ന വാദം ഉയർത്തിക്കൊണ്ടാണ് തമിഴ്നാടിൻ്റെ അവകാശത്തെ ബാധിക്കാതെ കേരളത്തിൻ്റെ സുരക്ഷയും തമിഴ്നാടിൻ്റെ ജലലഭ്യതയും ഉറപ്പിക്കൊണ്ടുള്ള ഒരു നയം തങ്ങൾ നടപ്പിലാക്കും എന്ന് BJP പറയുന്നത്. ഓരോ കോർപ്പറേഷനെയും നാടിൻ്റെ സാമ്പത്തിക വികസനത്തിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റും എന്ന് BJP പറയുന്നു. തിരുവനന്തപുരത്ത് പ്രധാനമായി IT, ഇന്നവേഷൻ തുടങ്ങിയ മേഖലയിൽ ആണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കൊച്ചിയിൽ ഇന്ത്യയുടെ കപ്പൽ നിർമ്മാണ തലസ്ഥാനമാക്കി മാറ്റാനുള്ള ഒരു പ്രവർത്തനം നടത്തും. കോഴിക്കോട് ഹെൽത്ത് കെയർ, മെഡിക്കൽ ഇന്നവേഷൻ ഹബ്ബായി മാറ്റും. തൃശ്ശൂരിനെ കേരളത്തിൻ്റെ സാംസ്കാരിക വിനോദസഞ്ചാര തലസ്ഥാനമാക്കി മാറ്റും. കൊല്ലത്തെ സമുദ്രോൽപ്പന്ന കയറ്റുമതിക്കും അതുപോലെ ഉള്ള കാര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ബ്ലൂ എക്കോണമി ക്ലസ്റ്റർ ഉണ്ടാക്കും. കണ്ണൂരിനെ ഡിഫൻസ് ഇന്നവേഷൻ ഹബ്ബാക്കും. അങ്ങനെ വിവിധങ്ങളായ പ്രഖ്യാപനങ്ങളാണ് BJP നടത്തുന്നത്. ഇതിൽ മറ്റൊരു പ്രധാന വിഷയം, നേരത്തെ കോൺഗ്രസ് സമാനമായ രീതിയിൽ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു. പുതുയുഗ യാത്രയുടെ ഒരു സമാപന ഘട്ടത്തിൽ കേരളത്തിനായി 5 ഗ്യാരണ്ടികളാണെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്നത്. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കടന്നുവരുന്ന പെൺകുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കോളേജ് വിദ്യാർത്ഥിനികൾക്ക് മാസം തോറും 1000 രൂപ സാമ്പത്തിക സഹായം, ഇതൊക്കെ കോൺഗ്രസ് അന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതോടൊപ്പം തന്നെ സാമൂഹിക ക്ഷേമ പെൻഷൻ എന്ന നിലയിൽ 3000 രൂപ നൽകും, 3000 രൂപയാക്കി അത് ഉയർത്തും എന്ന ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ പരിരക്ഷ കോൺഗ്രസ് അന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. അതുപോലെ സംരംഭങ്ങൾ തുടങ്ങുന്നതിന്, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനൊക്കെ ഉള്ള സഹായം, യുവാക്കൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ നൽകും എന്ന് അവർ വ്യക്തമാക്കിയിരുന്നു. വയോജനങ്ങളുടെ ക്ഷേമം കോൺഗ്രസ് വലിയ തോതിൽ ഉയർത്തി കാണിച്ചിരുന്നു. അപ്പോൾ വയോജനങ്ങളുടെ സംരക്ഷണം, അന്തസ്സ് എന്നിവ ഉറപ്പാക്കുന്നതിനായുള്ള പ്രത്യേക ഒരു വകുപ്പ് തന്നെ രൂപീകരിക്കും എന്ന് കോൺഗ്രസ് വ്യക്തമാക്കുകയാണ്. CPM-ഉം സമാനമായ രീതിയിൽ പ്രധാനമായ ഒരു ഊന്നൽ നൽകുന്നത് ഈ ക്ഷേമ പെൻഷനുകൾക്ക് തന്നെയായിരിക്കും എന്നാണ് മനസ്സിലാകുന്നത്. തോമസ് ഐസക് ചെയർമാനായുള്ള സബ് കമ്മിറ്റി അതിൻ്റെ ഈ പ്രകടന പത്രിക തയ്യാറാക്കുന്നതിൻ്റെ അന്തിമഘട്ടത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും അത് മുഖ്യമന്ത്രിയോട് കൂടി അനുമതിയോടുകൂടി അടുത്ത ദിവസം പുറത്തേക്ക് വരും എന്നാണ് കരുതുന്നത്. 3500 രൂപയാക്കും ക്ഷേമ പെൻഷൻ എന്നതായിരിക്കും അതിലൊരു പ്രധാന ഘടകം എന്ന് പലരും കരുതുന്നു. ഏതായാലും ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ക്ഷേമ പെൻഷൻ തന്നെയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു കേരളത്തിന് വാഗ്ദാനമായി 3 മുന്നണികൾക്കും നൽകാനുള്ളത് എന്നതാണ് അതിലെ ഏറ്റവും സുപ്രധാനമായ കാര്യം. ഈ ക്ഷേമ പെൻഷൻ അത്ര കണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേണിനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് ഇത് നൽകുന്നൊരു സൂചന. ക്ഷേമ പെൻഷൻ ആർക്ക് കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിയും, ആർക്ക് സാധാരണക്കാരനായ പാവപ്പെട്ട ആളുകളുടെ കയ്യിലേക്ക് പണം നേരിട്ടെത്തിക്കാൻ കഴിയും, അവർക്ക് കൂടുതൽ പിന്തുണ ലഭിക്കും എന്ന ഒരു പൊതുബോധം രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലുണ്ട് എന്നാണ് അത് വ്യക്തമാക്കുന്നത്. രാഹുൽ ഗാന്ധിയും ഇന്ന് പ്രചരണ രംഗത്ത് സജീവമായിരുന്നു എന്ന് ഞാൻ നേരത്തെ വ്യക്തമാക്കിയല്ലോ. BJP CPM ഡീലാണ് പ്രധാനമായും രാഹുൽ ഗാന്ധി ഇന്ന് ആക്ഷേപം ആയി ഉന്നയിച്ചത്. ഇടതുപക്ഷത്തിൻ്റെ അപജയങ്ങളെ തുടർന്ന് V. കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനുമൊക്കെ ഇന്ന് വേദി പങ്കിടുന്നു രാഹുൽ ഗാന്ധിക്കൊപ്പം എന്നാണ് അവരുടെ നിലപാട്. കേരളത്തിലെ ഇടതുപക്ഷം വലതുപക്ഷമായി മാറി എന്നാണ് രാഹുൽ ഗാന്ധി ഇന്ന് ആക്ഷേപിക്കുന്നത്. BJPയുമായി ഒന്നിച്ച് CPM കോൺഗ്രസിനെതിരെ നിലപാട് സ്വീകരിച്ചുവെന്നും രാഹുൽ ഗാന്ധി ഇന്ന് കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനുമൊക്കെ എതിരെ രൂക്ഷമായ വിമർശനമാണ് കോൺഗ്രസ് ഇന്ന് രാഹുൽ ഗാന്ധി ഇന്ന് കോൺഗ്രസ് വേദികളിൽ ഉന്നയിച്ചത് എന്നതും വ്യക്തമാണ്. ട്രംപാണ് മോദിയെ നിയന്ത്രിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി ആക്ഷേപിക്കുന്നു. അതുപോലെ ട്രംപ് എങ്ങനെയാണോ മോദിയെ നിയന്ത്രിക്കുന്നത് അതുപോലെ മോദി പിണറായി വിജയനെ നിയന്ത്രിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആക്ഷേപം. മോദി ദൈവത്തെക്കുറിച്ച് പറയുന്നു, അമ്പലങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, പക്ഷേ ശബരിമല കൊള്ളയെക്കുറിച്ച് ഒന്നും പറയാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം രാഹുൽ ഗാന്ധി ഉന്നയിക്കുകയാണ്. പെട്ടെന്ന് എന്താണ് ഈ ദൈവങ്ങളെയും അമ്പലങ്ങളെയും ഒക്കെ മറന്നുപോകുന്നത്? ഇതാണ് BJP CPM ഡീൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. അപ്പോൾ LDFന് എതിരെ ഉള്ള ശക്തമായ ആരോപണം ഇന്ന് കോൺഗ്രസ് പാളയത്തിൽ നിന്ന് കാണുകയാണ്. എന്തുകൊണ്ടാണ് പിണറായി വിജയനെതിരെ കേസെടുക്കാത്തതെന്ന തുടർ ആരോപണങ്ങൾ വീണ്ടും ഇന്ന് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നു. അത് BJPയും അതുപോലെ CPM-ഉം തമ്മിലുള്ള ബന്ധത്തെ തുടർന്നാണ് എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പിണറായിയുടെ കുടുംബത്തെ ചോദ്യം ചെയ്യാത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കോൺഗ്രസ് ചേരികളിൽ നിന്ന് ഉയരുന്നു. കോൺഗ്രസ് മോദിയെ പിടിക്കും അധികാരത്തിൽ വന്നാൽ എന്ന ഒരു പ്രസ്താവന കൂടി രാഹുൽ ഗാന്ധി നടത്തുമ്പോൾ അത് കോൺഗ്രസ് ചേരിയിൽ വലിയ ആവേശത്തിന് വഴിവെക്കുകയാണ്.
അതിന് കൃത്യമായ മറുപടിയും മുഖ്യമന്ത്രി നൽകുന്നുണ്ട് പല ഘട്ടങ്ങളിലായും. എങ്ങനെയാണ് പോറ്റി സോണിയാഗാന്ധിയുടെ അടുത്തെത്തിയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായി രാഹുൽ ഗാന്ധിക്കെതിരെ തുടർച്ചയായി മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിൻ്റെ പലതരത്തിലുള്ള പ്രതികരണങ്ങളും വന്നതാണ്. ഇന്നും പ്രധാനമായി മറ്റൊരു ചർച്ചാ വിഷയമായത് CPM SDPI ബാന്ധവമാണ്. അതൊരു പ്രധാന രാഷ്ട്രീയ ചർച്ചയായി തന്നെ നിലനിൽക്കുകയാണ്. മുഖ്യമന്ത്രി അവസരവാദത്തിൻ്റെ ആൾരൂപമായി എന്നാണ് VD സതീശൻ ഇന്ന് ആ വിഷയത്തിൽ പറഞ്ഞത്. SDPIയും അതുപോലെ PDPയും RSSുമായൊക്കെ മുഖ്യമന്ത്രി കൂട്ടുകൂടുന്നു. എല്ലാ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയുമായി പിണറായി വിജയൻ കൂട്ടുകൂടുന്നു എന്നാണ് VD സതീശൻ്റെ ആരോപണം. SDPക്കാർ കൊന്ന അഭിമന്യുവിൻ്റെ വീട്ടിൽ പോയി മാപ്പ് പറയുകയാണ് ചെയ്യേണ്ടത് എന്ന് VD സതീശൻ ആക്ഷേപിക്കുന്നു. രക്തസാക്ഷികളുടെ ഫണ്ട് മുക്കുന്ന പാർട്ടിയാണ് CPM എന്ന് ആക്ഷേപിക്കുന്നു. അഭിമന്യുവിൻ്റെ ഫണ്ട് പോലും മുക്കി എന്ന് ആക്ഷേപിക്കുന്നു. അത് അന്വേഷിച്ചിട്ട് മുഖ്യമന്ത്രി തങ്ങളോട് കണക്ക് ചോദിച്ചാൽ മതി എന്നൊക്കെയുള്ള പരിഹാസങ്ങളും VD സതീശൻ്റെ ഭാഗത്തു നിന്ന് വരികയാണ്. VD സതീശൻ ഇന്ന് രൂക്ഷമായ രീതിയിൽ തന്നെയാണ് പ്രതികരണങ്ങൾ നടത്തുന്നത്. SDPI പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല എന്നായിരുന്നു പക്ഷേ മുഖ്യമന്ത്രിയുടെ മറുപടി. തികച്ചും വസ്തുതാവിരുദ്ധമായ ഒരു കാര്യമാണ് SDPIയുടെ പിന്തുണ ആവശ്യപ്പെട്ടത് എന്ന വാർത്ത എന്ന് അദ്ദേഹം പറയുന്നു. LDFന് പുറത്തുള്ള കക്ഷിയുടെ പിന്തുണ തേടിയിട്ടില്ല. നേമത്ത് ശിവൻകുട്ടിയും SDPIയുടെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല. രാഷ്ട്രീയമായി യോജിപ്പില്ലാത്ത ചില ആളുകളുമായി BJPയെ പരാജയപ്പെടുത്താൻ LDFന് അല്ലെങ്കിൽ LDFന് വേണ്ടി അവർ വോട്ട് ചെയ്തിട്ടുണ്ടാകാം എന്ന് മുഖ്യമന്ത്രി പറയുന്നു. പക്ഷേ SDPI വോട്ട് വേണ്ടെന്ന് എപ്പോഴാണ് UDF പറഞ്ഞതെന്നും അദ്ദേഹം ചോദിക്കുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചും അവിടെ ഉണ്ടായിരുന്ന ചങ്ങാത്തക്കുത്തെക്കുറിച്ചുമൊക്കെ മുഖ്യമന്ത്രി ഇന്ന് സൂചിപ്പിക്കുകയാണ്. VD സതീഷിനെതിരെ SDPI സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് എത്തുകയാണ്. ലത്തീഫ് എന്ന് പറയുന്നത് സതീശൻ മുൻപും അവരുമായി ധാരണ ഉണ്ടാക്കിയ ശേഷം പിന്നീട് തള്ളിപ്പറഞ്ഞു എന്നാണ്. സതീശൻ്റെ താല്പര്യം ദുരൂഹമാണ് എന്ന് SDPI പറയുന്നു. UDFന് ഭൂരിപക്ഷം കുറച്ച KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുന്നത് തടയാനാണ് സതീശൻ്റെ നീക്കം എന്നൊരാക്ഷേപം അവർ മുന്നോട്ട് വയ്ക്കുന്നു. SDPI പിന്തുണ വേണ്ട എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഭാഗമായാണ് എന്നാണ് SDPIയുടെ ഒരു ആക്ഷേപം. SDPI ഒരു മുന്നണിക്കും വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല എന്ന് ലത്തീഫ് പറയുന്നു. SDPI പിന്തുണ തള്ളാതെ CPM നിലപാടിനെ രൂക്ഷമായി വിമർശിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി ചെയ്തത്. SDPIക്ക് വേണ്ടി സംസാരിക്കാൻ കേരളത്തിലുള്ള ഏറ്റവും നല്ല CJPക്കാരൻ മുഖ്യമന്ത്രിയാണെന്ന് അദ്ദേഹം ആക്ഷേപിക്കുന്നു. SDPI നേതാക്കൾക്കെതിരെയുള്ള കള്ളക്കേസുകൾ BJP പിൻവലിക്കാൻ കേരളത്തിലെ SDPIയുടെ പിൻബലം CPM വിലയ്ക്ക് വാങ്ങിയോ ാണ് എന്ന് അദ്ദേഹം ആക്ഷേപിക്കുന്നു. ഇത് ഡീലാണ് എന്നൊക്കെ KM ഷാജി വിളിച്ചു പറയുകയും ചെയ്യുന്നു. ഏതായാലും അത്തരം SDPIയുമായി ബന്ധപ്പെട്ട നിരവധി ഇടിവെട്ട് പ്രതികരണങ്ങൾ ഇന്നുണ്ടായി. നമുക്ക് ആ പ്രതികരണങ്ങളേക്ക് ഒന്ന് ഓടിച്ച് നോക്കാം. SDPIയുമായി മുഖ്യമന്ത്രി കൂടും, PDPയുമായി മുഖ്യമന്ത്രി കൂടും, മുഖ്യമന്ത്രി RSSുമായിട്ടും കൂടും. അതിനാണ് അവസരവാദം എന്ന് പറയുന്നത്. കൃത്യമായ അവസരവാദമാണ് ഇത്. CPMന്റെ അവസരവാദമാണ്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അവസരവാദമാണ്. എല്ലാ ന്യൂനപക്ഷ വർഗീയതയുമായും ഭൂരിപക്ഷ വർഗീയതയുമായും പിണറായി വിജയൻ എങ്ങനെയെങ്കിലും ജയിക്കാൻ വേണ്ടി കോംപ്രമൈസ് ചെയ്യാം. ഞങ്ങളെ LDFന് പുറത്തുള്ള ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കക്ഷിയുടെ പിന്തുണ വേണം എന്ന് പറഞ്ഞ് ഞങ്ങൾ സമീപിക്കുന്ന നില ഉണ്ടായിട്ടേയില്ല. ഞങ്ങൾ ശക്തമായി നേരിടുന്നു വന്നപ്പോൾ സാധാരണഗതിയിൽ രാഷ്ട്രീയമായി ഞങ്ങളോട് യോജിപ്പില്ലാത്ത, ഞങ്ങളുമായി സഹകരിക്കാത്ത ചില ആളുകൾ BJPയെ പരാജയപ്പെടുത്താൻ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും. അതാണ് നാം കാണേണ്ട കാര്യം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ SDPയുടെ വോട്ട് വേണ്ട എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ ഒരു പുതിയ നിലപാടായി നമ്മൾ പരിഗണിക്കുന്നില്ല. അദ്ദേഹം മുമ്പും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ധാരണയാക്കിയതിനു ശേഷം പ്രഖ്യാപിച്ച പിന്തുണയെയും അദ്ദേഹം പിന്നീട് തള്ളിപ്പറയുകയും SDPയുടെ വോട്ട് വേണ്ടെന്ന് പറയുകയും ചെയ്തിരുന്നു. മോദിയോട് SDPIക്ക് വേണ്ടി സംസാരിക്കാൻ ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും നല്ല CJPക്കാരൻ അത് സഖാവ് പിണറായി വിജയനാണ്. ഇത് ഡീലാണ്. SDPI നേതാക്കന്മാർക്കെതിരെയുള്ള കള്ളക്കേസുകളെ BJP പിൻവലിക്കാൻ കേരളത്തിലെ SDPIയുടെ പിൻബലം CPM വിലക്കു വാങ്ങിയതാണ്. തീക്കൊള്ളി കൊണ്ടാണ് സഖാവ് പിണറായി വിജയ ഈ കളിക്കുന്നത്. ഇത് വർഗീയതയാണ്. അതാണ്
വളരെ രൂക്ഷമായ രീതിയിൽ തന്നെയാണ് KM ഷാജി മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആക്ഷേപം ഉന്നയിക്കുന്നത്. ഏതായാലും SDPI ആർക്ക് പിന്തുണ നൽകും എന്നത് ഒരു സുപ്രധാന വിഷയമാണ് എന്ന ഒരു കണക്കുകൂട്ടൽ തന്നെയാണ് ഇരു രാഷ്ട്രീയ മുന്നണികൾക്കും ഉള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. സംസ്ഥാനത്ത് 102 തദ്ദേശ വാർഡുകളിൽ SDPI ജയിച്ചിട്ടുണ്ട്. 170 വാർഡുകളിൽ അവർ 2ാം സ്ഥാനത്താണ്. അപ്പോൾ കടുത്ത മത്സരം നിലനിൽക്കുന്ന മണ്ഡലങ്ങളിൽ ഇത്തരം വോട്ടുകൾ ഒരു വിജയഘടകമായി മാറിയേക്കാം. അപ്പോൾ വർഗീയമായി വിട്ടുവീഴ്ചയില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ പോലും SDPIയുമായി ബന്ധമില്ല എന്ന് പൂർണ്ണമായി പറയാൻ ആളുകൾ മടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ അവരുടെ വോട്ടുകൾ വേണ്ട എന്ന് തറപ്പിച്ചു പറയാനുള്ള മടിയുടെ കാരണം അതാണ്. ഇതിനിടയിൽ SDPIയുടെ ദേശീയ പ്രസിഡന്റ് MK ഫൈസി ചില തുറന്നു പറച്ചിലുകൾ നടത്തി. കേരളത്തിൽ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുമായി പലതരത്തിലുള്ള സഖ്യസാധ്യതകൾ ഉണ്ടാകാം, അതൊക്കെ പൊതുസമൂഹത്തെ അറിയിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊക്കെ SDPI ഏത് തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അതിൽ ഇടപെടലുകൾ നടത്തും എന്നതിൻ്റെ സൂചനകളായാണ് വരുന്നത്. മറ്റൊരു പ്രധാന കാര്യം ഇന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയായത് FCRA നിയമ ഭേദഗതിയെ സംബന്ധിച്ചാണ്. FCRA നിയമ ഭേദഗതിയിൽ കേന്ദ്രം രൂക്ഷമായി വിമർശിക്കുകയാണ് മുഖ്യമന്ത്രി. കേന്ദ്രം അതിൽ നിന്ന് പിന്മാറണം എന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയാണ്. ഒരു വിഭാഗത്തിൻ്റെ അരക്ഷിതത്വം ആണ് ഇവിടെ പ്രശ്നം, അത് ഈ നിയമം ഭേദഗതി ഉണ്ടാക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അങ്ങേയറ്റം അപകടകരമാണ് ഈ കാര്യം എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഈ തീരുമാനം രാജ്യത്തിന് ഗുണമാകില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് നേരത്തെ തന്നെ അദ്ദേഹം ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിൽ കത്തയക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ FCRA ക്രിസ്ത്യൻ സമൂഹത്തെ ബാധിക്കുമെന്നത് കള്ളപ്രചരണമാണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പക്ഷേ ഇതിന് മറുപടിയായി പറയുന്നത്. FCRA ചില സ്ഥാപനങ്ങൾ മിസ്യൂസ് ചെയ്യുന്നു, അതിനു പിന്നിൽ മണി ലോണ്ടറിംഗ് ഉൾപ്പെടെ നടക്കുന്നു. ഇത് തടയാനാണ് പുതിയ നിയമം എന്ന് അദ്ദേഹം പറയുന്നു. അത് ക്രൈസ്തവ സമുദായത്തെ ബാധിക്കില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്ന് ആ വർഗീയ കൂട്ടുകെട്ട് ഇന്നും ചർച്ചയാകുമ്പോൾ നോക്കാം അത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങളിൽ. ഇത് ഗൗരവമായൊരു വിഷയം തന്നെയാണ്. അത് വലിയ ആശങ്ക നമ്മുടെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വല്ലാത്ത ഒരു നിയമ ഭേദഗതി എന്ന നിലക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കുന്നു, ഒരു തരം അരക്ഷിതത്വം ഉണ്ടാക്കുന്നു. അത് ഒരു രാജ്യത്തിനും ഗുണകരമായിട്ടുള്ളതല്ല. ഇത് അങ്ങേയറ്റം അപകടം ഉണ്ടാക്കുന്ന കാര്യമാണ്. FCRAന്റെ പേരിൽ മണി ലോണ്ടറിംഗ് നടത്തിയാൽ അതിന് ഒരു പുതിയ പ്രാവധാനം, മണി ലോണ്ടറിംഗ് ബില്ലിന്റെ ഒരു സിനർജൈസ് ആയ ഒരു പ്രാവധാനം ആ ബില്ലിൽ വരുന്നുണ്ട്. പക്ഷേ സഭകളാണോ, അമ്പലങ്ങളാണോ, മുസ്ലിം പള്ളികളാണോ FCRA വഴി കൊണ്ടുവരുന്ന കാശ് അവർ നിയമപരമായിട്ട് അവർ ഉപയോഗിക്കുന്നു. പിന്നെ എന്താണ് ഈ പ്രചരണം? ഈ കോൺഗ്രസ്സുകാരാണോ മണി ലോണ്ടറിംഗ് ചെയ്യുന്നത്? അവർക്കൊരു പേടിയുണ്ടോ? FCRA വഴി കാശ് അവർ കൊണ്ടുവരുന്നുണ്ട്, മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഏതായാലും FCRA അടുത്ത ദിവസം പാർലമെന്റിൽ വലിയ തോതിൽ ചർച്ചയാകും. കേന്ദ്ര സർക്കാർ അവരുടെ നിലപാട് വ്യക്തമാക്കും. ഇതൊക്കെ ഇതുപോലൊരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ വരുമ്പോൾ അത് ഏതു തരത്തിലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നത് നോക്കിക്കാണേണ്ടതാണ്. പക്ഷേ കേരളത്തിൽ ഇത്തരം ഒരു ആശങ്ക പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം പങ്കുവെക്കുമ്പോൾ മധ്യ കേരളം അത് വലിയ തോതിൽ ഉൾക്കൊള്ളുകയാണ്. ഈ ഇന്നത്തെ കസേരകളിൽ നമുക്ക് നോക്കാം സമാനമായ ഒരു സാഹചര്യമുള്ള പാലാ മണ്ഡലത്തിൻ്റെ കണക്കുകൾ. പാലാ മണ്ഡലത്തിൽ പ്രധാനമായും ക്രൈസ്തവ വോട്ടർമാർ ഭൂരിപക്ഷമുള്ളൊരു മണ്ഡലമാണ്. ഏതാണ്ട് 65% വോട്ടർമാർ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. അതോടൊപ്പം തന്നെ അവിടെ ഒരു 34% വോട്ടർമാർ ഹൈന്ദവ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. 5% വോട്ടർമാരാണ് ഈ പട്ടിക വിഭാഗത്തിൽ പെടുന്ന വോട്ടർമാരായി ഉള്ളത്. പാലയുടെ ഒരു സ്വഭാവം നമുക്കറിയാം. 1965 മണ്ഡലം നിലവിൽ വരുന്നത് മുതൽ 52 വർഷം തുടർച്ചയായി അവിടെ KM മാണി അവിടെ നിന്ന് ജയിച്ചു വരികയാണ്. 2 തെരഞ്ഞെടുപ്പുകൾ മാണിയെ വിറപ്പിക്കാൻ മാണി സി കാപ്പന് കഴിഞ്ഞു എന്ന് വ്യക്തമാണ്. ഏതായാലും KM മാണിയുടെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ഇടതുമുന്നണി ടിക്കറ്റിൽ ആദ്യമായി അങ്ങനെ മാണി സി കാപ്പൻ ജയിക്കുകയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മാണിയുടെ ജോസ് കെ മാണിയുടെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണിയുടെ ചെയർമാനായ ജോസ് കെ മാണി 15,378 വോട്ടുകൾക്കാണ് അവിടെ മാണി സി കാപ്പൻ പരാജയപ്പെടുത്തി തൻ്റെ വിജയം ആവർത്തിക്കുന്നത്.
അപ്പോൾ പാലാ മണ്ഡലത്തിലെ കണക്കുകൾ ഇങ്ങനെയാണ്. അവിടെ വലിയ വെല്ലുവിളികൾ നടക്കുന്നു. ഈ FCRയെ സംബന്ധിച്ച് ആർക്ക് ശക്തമായ നിലപാട് ഉയർത്താൻ കഴിയും എന്നത് അവിടെ ഒരു വലിയ ചർച്ചാ വിഷയമാകും. അത് എങ്ങനെ എന്ന് നമുക്ക് നോക്കാം. 2021 കണക്കനുസരിച്ച് അവിടെ LDF സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നത്, അവിടെ LDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നത് 54,266 വോട്ടാണ്. അതേസമയം UDFന് അവിടെ 69,804 വോട്ടുകൾ കിട്ടുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രമീള ദേവിക്ക് കിട്ടുന്നത് 10,089 വോട്ടുകളാണ്. നേരത്തെ ഈ 2019 അവിടെ ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മാണി സി കാപ്പൻ അവിടെ ജയിക്കുന്നു. 54,137 വോട്ടുകൾ ആണ് ആ മാണി സി കാപ്പൻ ആ ഘട്ടത്തിൽ അവിടെ നിന്ന് നേടുന്നത്. ജോസ് ടോം ആണ് എതിരാളിയായി വരുന്നത്. 51,000 വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടുന്നു. ഹരി, BJPയുടെ N ഹരിയാണ് 18,044 വോട്ടുകൾ നേടുന്നത്. ഇതിന് തൊട്ട് മുന്നിലത്തെ 2011 കണക്കുകൾ കൂടി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ അന്ന് LDF സ്ഥാനാർത്ഥിയായി വരുന്ന മാണി സി കാപ്പനാണ്. UDF സ്ഥാനാർത്ഥിയായി വരുന്ന KM മാണി 61,000-ഓളം വോട്ടുകൾ നേടുന്നു. NDAയുടെ വോട്ടുകൾ അന്ന് നാമമാത്രമായിരുന്നു, 6,000-ആണ്. 2011 6,000 ആയിരുന്ന NDAയുടെ വോട്ടുകൾ 2016 ആകുമ്പോൾ അത് 4 ഇരട്ടി വർദ്ധിച്ച് 24,000-ലേക്ക് ഉയരുന്നു എന്നതാണ് NDAയ്ക്ക് അവിടെ വലിയ പ്രതീക്ഷ നൽകുന്നത്. പക്ഷേ 2021 ആ വോട്ടുകൾ നഷ്ടമാകുന്നു. അത് മാണി സി കാപ്പനും ജോസ് കെ മാണിയും തമ്മിലുള്ള മത്സരത്തിൽ NDAയുടെ വോട്ടുകൾ നഷ്ടമാകുന്നു എന്നതാണ് അവിടെ നിന്ന് വ്യക്തമാകുന്ന കണക്കുകൾ. പക്ഷേ ഈ 2019 വരെയുള്ള ഒരു കണക്കുകൾ പരിശോധിച്ചാൽ 5,000 വോട്ടുകളോട് അടുപ്പിച്ചുള്ള ഒരു ഭൂരിപക്ഷമേ അവിടെ നേടാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ മാണി സി കാപ്പനായാലും 5,000-നോടടുപ്പിച്ചുള്ള വോട്ടുകൾ നേടാം. KM മാണിക്കും ഏറി വന്നാൽ 2021 നോക്കുമ്പോൾ 5,200-ലധികം വോട്ടുകൾ, 200-ഓളം വോട്ടുകളാണ് നേടാൻ കഴിയുന്നത്. അപ്പോൾ വലിയൊരു അപ്രമാദിത്വം ഏത് മുന്നണിക്കും അവിടെ ഉണ്ട് എന്ന് കരുതാനാകാത്തൊരു മണ്ഡലം. ഈ പാലാ മണ്ഡലത്തിൽ വളരെ നിർണായകമാകുന്നത് ഷോൺ ജോർജിൻ്റെ പ്രകടനം എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ചാണ്. കാരണം നേരത്തെ അവിടെ 25,000 വോട്ടുകളോളം, 24,000-ഓളം വോട്ടുകളോളം N ഹരിക്ക് അവിടുത്തെ പാലാ മണ്ഡലത്തിൽ നിന്ന് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും അവിടെ ഷോൺ ജോർജ് മത്സരിക്കുമ്പോൾ ഇത്തവണ കുറേ കൂടി ശക്തമായൊരു മത്സരം അവിടെ നടക്കുന്നു എന്നതിൻ്റെ സൂചനകൾ പുറത്തു വരുന്നു. അപ്പോൾ NDA ക്യാമ്പിലേക്ക് വോട്ടുകൾ കൂടുമോ എന്നെല്ലാവരും ഉറ്റുനോക്കുന്നു. അങ്ങനെ കൂടിയാൽ അത് ആരെ ബാധിക്കും, ആരുടെ പരാജയം ഉറപ്പാക്കും, ആരെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള വഴിയാണ് അവിടെ തുറക്കുക എന്ന ഒരു വലിയ ചോദ്യം അവിടെ ഉണ്ട്. ഏതായാലും ഈ 3 മുന്നണികളും സമാനമായ രീതിയിലുള്ള പ്രചരണ പരിപാടികൾ അവിടെ നടത്തുന്നു. വികസനം വലിയ തോതിൽ ചർച്ചയാണ്. അപ്പോൾ മാണി സി കാപ്പൻ അവിടെ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന നിലയിൽ, കേരള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ തൻ്റെ വിജയം എന്തായാലും സുനിശ്ചിതമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. നിരവധി വാഗ്ദാനങ്ങൾ അവിടെ നൽകുന്നുണ്ട്. പാലയുടെ ഒരു വികസനം അവിടെ ചർച്ചയാകുന്നു. ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, പാല എന്നത് ഒരു 80% ഒരു വില്ലേജ്, ഗ്രാമീണ ജനതയുടെ ആണ് അവിടെ വോട്ടർമാരായി വരുന്നത്. നഗരപ്രദേശങ്ങൾ എന്ന് പറയുന്ന ഒരു 10% സ്ഥലമാണ്. സ്വാഭാവികമായും കാർഷിക മേഖല നേരിടുന്ന വലിയ വിഷയങ്ങൾ അവിടെ ചർച്ചയാകും. റബ്ബറിൻ്റെ വില 250 ആക്കി ഉയർത്തും എന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെ മധ്യ കേരളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടുത്തെ കർഷകരെ, പ്രത്യേകിച്ച് ഈ മലഞ്ചരക്ക് ആയിട്ടൊക്കെ കൃഷി ചെയ്യുന്ന ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ വോട്ടുകൾ നേടിയെടുക്കാൻ വേണ്ടിയൊക്കെയുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നു എന്നതിൻ്റെ സൂചനകൾ ആണ്, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത് എന്ന് അവിടെ വ്യക്തമാവുകയും ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായും മധ്യ കേരളം ആർക്കൊപ്പം നിൽക്കും എന്ന വലിയ ചോദ്യം വരുന്നു. അതിൻ്റെ ഏറ്റവും കൃത്യമായ ഒരു ഉദാഹരണം ലഭിക്കുക പാല എങ്ങനെ വോട്ട് ചെയ്യുന്നു എന്നതാണ്. പ്രത്യേകിച്ച് FCRI, അതുപോലെ ഈ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ, മറ്റ് നാണ്യവിളകളുടെ വില സംബന്ധിച്ചുള്ള നിലപാടുകൾ, താങ്ങുവില പ്രഖ്യാപിക്കും എന്ന് BJP പറയുമ്പോൾ അത് എത്ര കണ്ട് അവിടുത്തെ ജനങ്ങൾ ഉൾക്കൊള്ളും എന്നതൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കുകയാണ്. ഏതായാലും ഇന്ന് മറ്റു ചില തർക്കങ്ങൾ കൂടി ഇന്ന് രാഷ്ട്രീയ കേരളം കാണുകയുണ്ടായി. പലതരത്തിലുള്ള സംവാദങ്ങൾക്കും ഇന്ന് രാഷ്ട്രീയ കേരളം സാക്ഷിയായി. മുഖ്യമന്ത്രി സംവാദത്തിൽ നിന്ന് പിന്മാറിയത് ഒരു വലിയ സംവാദ വിഷയമായി. അത് തന്നെ വല്ലാതെ നിരാശപ്പെടുത്തി എന്നാണ് VD സതീശൻ പറയുന്നത്. സ്ഥലവും
തീയതിയും അറിയിക്കും എന്നാണ് പ്രതീക്ഷിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ സംവാദം നടത്താം എന്നാണ് അറിയിച്ചത്. എന്നാൽ അതിൽ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് ഇന്ന് പറയുന്നു. ഇത് സംവാദത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തർക്കം ഇന്ന് നിലനിൽക്കുകയാണ്. കേൾക്കാം. ഇതൊന്നും ഒരു സംവാദമല്ലല്ലോ, അതല്ലല്ലോ പറഞ്ഞത്, ആദ്യം പറഞ്ഞത് അതല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും അതാണ് വി ഡി സതീശൻ ഉന്നയിക്കുന്നത്. സംവാദം എന്നാണ് ആദ്യം പറഞ്ഞത്, ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതല്ല ആദ്യം പറഞ്ഞത് നേരിട്ടുള്ള സംവാദം എന്നാണ്. ഫേസ്ബുക്കിലൂടെ ആകുമ്പോൾ അത് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുകയാണ്. കേരളത്തിൽ BJP മാർക്സിസ്റ്റ് പാർട്ടി അന്തർധാരയുണ്ട് എന്ന് ഇന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി ആരോപണം ഉന്നയിച്ചു. പിണറായിയുടെ മൂന്നാം ഊഴം താങ്ങാനുള്ള കരുത്ത് കേരള ജനതയ്ക്കില്ല എന്ന് AK ആന്റണി പറഞ്ഞു. മൂന്നാം ഊഴം വന്നാൽ അത് മഹാദുരന്തമായി മാറുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരിക്കൽ കൂടി ഇടതുഭരണം വന്നാൽ കേരളം ഒരു ബംഗാളായി മാറും എന്ന് AK ആന്റണി ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഇടതുപക്ഷം നശിച്ചു കാണാൻ താനും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നു. പ്രതിപക്ഷത്തിരുന്ന് സ്വയം നവീകരിക്കണം, ശുദ്ധീകരിക്കണം എന്നൊക്കെയാണ് AK ആന്റണിയുടെ ഉപദേശം. ദക്ഷിണേന്ത്യയിൽ ഇനിയൊരു കോൺഗ്രസ് മുഖ്യമന്ത്രി കൂടി വരരുത് എന്ന മോദിയുടെ ആഗ്രഹം എന്ന് അദ്ദേഹം പറയുന്നു. അമിത്ഷായും അത്തരത്തിലൊരു തീരുമാനമാണ്. അതിനായി അവർ LDFനും വോട്ട് മറിച്ചു നൽകിയേക്കാം എന്ന് ആന്റണി ആശങ്ക ഉന്നയിക്കുന്നു. ഇത് വൺ വേ ഡീലാണെന്ന് കരുതുന്നില്ലെന്നും AK ആന്റണി പറയുകയാണ്. കേരളത്തിൽ BJPക്ക് ഭാവിയില്ലെന്നാണ് ആന്റണിയുടെ പ്രവചനം. കേരളം BJPക്ക് പറ്റിയ മണ്ണല്ലെന്നും AK ആന്റണി പറയുന്നുണ്ട്. CPM BJP ഡീലിനെ കുറിച്ചുള്ള ആന്റണിയുടെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. ഇനി ഒരിക്കൽ കൂടി തുടർഭരണം വന്നാൽ കേരളം ബംഗാളായി മാറും. അടുത്ത ഇലക്ഷനിൽ നോമിനേഷൻ കൊടുക്കാൻ പറ്റിക്കാര് കാണത്തില്ല. ഇടതുപക്ഷം കേരളത്തിൽ നിലനിൽക്കണമെങ്കിൽ, പ്രസക്തി ഉണ്ടാകണമെങ്കിൽ പിണറായി ഭരണം അവസാനിക്കണം. ഈ സർക്കാർ പോയേ തീരൂ. ഭരണമാറ്റം ഉണ്ടാകണം. അതോടൊപ്പം ഇന്ന് പ്രചരണ രംഗത്ത് ശ്രദ്ധേയനായത് നമ്മുടെ ചലച്ചിത്ര നടൻ സലീം കുമാറാണ്. ദയവേത് മുഖ്യമന്ത്രി വി ഡി സതീശനെ ചർച്ചയ്ക്ക് വെല്ലുവിളിക്കരുത് എന്നാണ് നടൻ സലീം കുമാർ എന്ന് പറഞ്ഞത്. മുഖ്യമന്ത്രിയെ മൂക്കുകൊണ്ട് ഋതിക് റോഷൻ എന്ന് എഴുതും എന്നൊക്കെ അദ്ദേഹം പരിഹസിച്ചു. ഐസക്കിനെ കൊണ്ട് ധൃതരാഷ്ട്രർ എന്ന് എഴുതിച്ച ആളാണ് വി ഡി സതീശൻ എന്നൊക്കെയായിരുന്നു സലീം കുമാറിൻ്റെ ഇന്ന് തമാശ നിറഞ്ഞ പ്രതികരണം. കേൾക്കാം. എനിക്ക് മുഖ്യമന്ത്രിയോട് ഒന്നേ പറയാനുള്ളൂ, പുലിമലയെ കൊണ്ട് തല വെക്കരുത്, അത്ര പറയാനുള്ളൂ എനിക്ക്. പണ്ടറിയാലോ ഈ സതീശൻ വെല്ലുവിളിച്ചത് ആരെ? തോമസ് ഐസക്കിനെ ലോട്ടറി സംവാദത്തിൽ, സാന്റിയാഗോ മാർട്ടിന്റെ ലോട്ടറി വിവാദത്തിൽ. അന്ന് വി ഡി സതീശൻ അദ്ദേഹത്തെ മൂക്കും കൊണ്ട് ധൃതരാഷ്ട്രം എന്ന് എഴുതിച്ചു. ഇപ്പൊ ഇദ്ദേഹം ചെന്നാൽ മൂക്കും കൊണ്ട് അദ്ദേഹം ഋതിക് റോഷൻ എന്ന് എഴുതിക്കും. ദയവേത് പോകരുത്, നമ്മുടെ മുഖ്യമന്ത്രിയാണ്, പോകരുത് എന്നാണ് എന്റെ അഭ്യർത്ഥന. ഇന്ന് ഇലക്ഷൻ ട്യൂസ്ഡിൽ ഒരു ശ്രദ്ധേയമായ ഒരു പ്രതികരണം വന്നത് പാലക്കാട് നിന്നാണ്. പാലക്കാട് ഒറ്റപ്പാലം മണ്ഡലത്തിൽ യുദ്ധരംഗത്ത് എതിരാളികളെ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നും തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ ഒപ്പമുള്ളവരെയും പിന്നിലുള്ളവരെയും ഒക്കെ ശ്രദ്ധിക്കണമെന്നുമാണ് അവിടുത്തെ NDA സ്ഥാനാർത്ഥി മേജർ രവി പറയുന്നത്. തനിക്കൊപ്പം ഉള്ളത് പാർട്ടിയിലെ യുവപ്രവർത്തകരാണ്. മണ്ഡലത്തിൽ തനിക്കുള്ള സ്വീകാര്യത വോട്ടായി മാറുമെന്നൊക്കെ അദ്ദേഹം പ്രതീക്ഷിക്കുമ്പോഴും പിന്നിലും മുന്നിലുമൊക്കെയുള്ള ആളെ ശ്രദ്ധിക്കണമെന്നാണ് ഈ മേജർ രവിയുടെ പ്രതികരണം. നോക്കാം ഇലക്ഷൻ പ്ലേ. വാർഫീൽഡ് ശത്രു മുന്നിലേ ഉണ്ടാവുള്ളൂ. ഇവിടെ എവിടെയും ഉണ്ടായിരിക്കും ശത്രു, അതാണ് പ്രശ്നം. വാർഫീൽഡ് തരുമ്പോൾ മുന്നിൽ വരുന്നതിനെ നോക്കിയാൽ മതി. ഇവിടെ കൂടെ നടക്കുന്ന ചിലതും കാണുമായിരിക്കും. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ ജയിക്കണം, ഇല്ലെങ്കിൽ മരിച്ചിട്ട് വരാന്നുള്ളതാണ്. അപ്പം അത് ഇവിടെ പിന്നെ മരണമില്ല, ഒരു തോൽവി എന്നുള്ളേ ഉള്ളൂ. അപ്പം അതുപോലും ഫേസ് ചെയ്യാൻ ചങ്കൂറ്റം ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് ആ ചങ്കൂറ്റത്തിൽ നിൽക്കുന്നുണ്ട്. ഞാൻ ഫൈറ്റ് ചെയ്യുന്നപ്പോൾ 2 NDA വേഴ്സസ് LDF 2 1 and 2. ഓക്കെ. എവരിത്തിങ് ഈസ് ഫെയർ ഇൻ വാർ ആൻഡ് ലവ് എന്നൊരു പ്രയോഗമുണ്ട്. യുദ്ധത്തിലും പ്രണയത്തിലും എന്തും സംഭവിക്കാം, എന്തു വേണം, ഏത് നയം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോഴത് തെരഞ്ഞെടുപ്പിലും അത്തരത്തിൽ എന്തു വേണമെങ്കിലും പ്രയോഗിക്കാം, എന്തും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ ഇലക്ഷൻ ചാനൽ ഇവിടെ അവസാനിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ചിത്രവുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.